ഇന്നലത്തെ ബാഴ്സലോണ ഇന്റർ മിലാൻ മാച്ച് രാത്രി ഉറക്കൊഴിച്ച് കണ്ടവർക്ക് കളി മുതലായത് മാത്രമല്ല, രോമാഞ്ചം എന്ന് പറയുന്ന തനി രോമാഞ്ചം വരെ കളിയായിരുന്നു. കാരണം ഫസ്റ്റ് ലെഗ് 3-3 പിരിയുന്നു, ഒരാളും വെച്ചില്ല. ക്യാമിനോന് 3-3 പിരിഞ്ഞു. ആ ഗെയിം തന്നെ തിരിച്ചു പോയി. അതേ ഗെയിം റിപ്പീറ്റേഷൻ പോലെ അതേ ഗെയിം തന്നെ തിരിച്ചു വന്നത്. 4-3 സ്കോർ. ഫസ്റ്റത്തെ 2 ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വളരെ മന്ദഗതിയിലായിരുന്നു കളി പോയിരുന്നത്. ഇന്റർ മിലാൻ നോക്കി എന്നിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം ഇന്റർ മിലാനെ ഹൈപ്രസ് ചെയ്തു. ആ ഹൈപ്രസ് ചെയ്ത് അവിടെ നിന്ന് തന്നെ ആ ബോൾ കിട്ടി. ആ ബോൾ തന്നെയാണ് ഗോൾ വന്നത്. അവരുടെ ഒരു മിസ്റ്റേക്കിലാണ്, ഡിഫൻസിന്റെ മിസ്റ്റേക്കിലാണ് ആ ബോൾ വിൻ ചെയ്തു. നേരെ ലാത്തറോ മാർട്ടിനസ് ഗോൾ അടിച്ചു. അതേപോലെ തന്നെയാണ് ആ ഗോൾ വന്നു. പിന്നെ ഇന്റർ മിലാൻ കളിയുടെ ഒരു ആധിപത്യത്തിൽ ഇന്റർ മിലാൻ തിരിച്ചു വന്നു. പക്ഷെ കളി പിന്നെ ബാഴ്സലോണ നന്നായി കളിക്കുന്നത്, ബാഴ്സലോണ ബോൾ പൊസിഷനൊക്കെ ബാഴ്സലോണ കീപ്പ് ചെയ്യണത്. സെക്കൻഡ് ഗോൾ വന്നതും അതേപോലെ കുബാഴ്സിയുടെ എന്താ പറയാ, മാർട്ടിനസിനെ ഫൗൾ ചെയ്ത ബോളാണ്. ഇത് ഷുവർ ഫൗളാണ്. കാരണം അത് VR ചെക്ക് ചെയ്തതുകൊണ്ടാണ്. അത് ലാത്തറോ മാർട്ടിനസ് കുറെ നേരം അവിടെ കടക്കും ചെയ്തു. അതുകൊണ്ട് തന്നെ VR ചെക്ക് ചെയ്ത് ആ പെനാൽറ്റി വന്നു. ആ പെനാൽറ്റി ചലനോട് ഗോൾ സ്കോർ ചെയ്തിട്ട് ബാഴ്സലോണ വളരെ എന്താ പറയുക, 2 ഫുൾ ബാക്ക് ഒന്നും കളിച്ചിരുന്ന, പക്ഷേ ജെറാർഡ് മാർട്ടിനൊന്നും ഒരു ക്രോസ് ബോൾ ഒന്നും ചെയ്തിരുന്നില്ല. അവരെ മാറ്റണം ഫുൾ ബാക്ക് കളിക്കില്ല, ഫുൾ ബാക്കിന് പരിക്കാണെന്നൊക്കെ പറയുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ബാഴ്സലോണ ടീം ഇറങ്ങിയത് എന്ത് കളി കണ്ടവർക്ക് മുതലായി. ചെറിയ മുതലാകലല്ല ഇന്നലത്തെ മുതലായത്. ഇന്നലെ 2 ഫസ്റ്റ് ഗോൾ വന്നത് ഈ 2 ഫുൾ ബാക്ക്. ഫസ്റ്റ് ഹാഫിൽ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത 2 ഫുൾ ബാക്കാണ് സെക്കൻഡ് ഹാഫിൽ ഗോൾ വന്നത്. ജെറാർഡ് മാർട്ടിൻ ക്രോസ് ചെയ്ത ബോൾ ഗാർഷ്യ ഗോൾ അടിച്ചു. അതേ ജെറാർഡ് മാർട്ടിൻ തന്നെ രണ്ടാമത്തെ ബോൾ ക്രോസ് ചെയ്ത ബോളാണ് ഡാനിയോൽ ബോൾ അടിച്ചു. അതാണ് ഒരു 45 മിനിറ്റ് വരെ ഇല്ലാത്തൊരു കളിക്കാരൻ 45 മിനിറ്റിന് ശേഷം ഒരു ഹാഫ് ടൈം ബ്രേക്കിന് ശേഷം ഒരു കോച്ചിന്റെ എന്താ പറയാ ടീം തമ്മിൽ സംസാരിച്ചതിന് ആ ടീമിന്റെ കംബാക്ക് എന്ന് പറഞ്ഞതാണ്. ആ 2 ഗോൾ തിരിച്ചു വന്നു. ജെറാർഡ് മാർട്ടിൻ 2 ഗോൾ തിരിച്ചു വന്നു. മൂന്നാമത്തെ ഗോൾ റാഫീനെ ഗോൾ അടിച്ചു വന്നു, ഗോൾ അടിച്ചു. സെക്കൻഡ് ബോൾ അത് 88ാമത്തെ മിനിറ്റ് ഗോൾ അടിക്കണം. ആ 88ാമത്തെ മിനിറ്റ് നമ്മൾ ഒരു ഗോൾ അടിക്കുമ്പോൾ നമ്മൾ ഉറപ്പാണ് 5 മിനിറ്റാണ് ആഡ് ടൈം കൊടുക്കുന്നത്. ആഡ് ടൈം കൊടുക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് അവർ ഡിഫൻസിലേക്ക് ഇറങ്ങും. ആ ബോള് ആ കളി ആ 3-2 പിരിയുന്നു വിചാരിച്ച കളിയിലാണ് ഇന്റർ മിലാൻ അച്ചറബിയുടെ സ്റ്റോപ്പർ ബാക്കാണ് ആ ടാപ്പിലിൽ ഗോൾ അടിച്ചത്. അത് സ്ട്രൈക്കർ പോലെ അങ്ങനത്തെ ഒരു ടാപ്പിൽ, അതിമനോഹരമായ ടാപ്പിലാണ് അച്ചറബി ഗോൾ അടിച്ചത്. ആ ഗോൾ വന്നപ്പോൾ നമുക്ക് പിന്നെ ഉറപ്പായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കംബാക്ക് അവർ 3-3 തിരിച്ചു വന്നു. പിന്നെ സാൻസിറോയിലാണ് കളി. അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ആ ബോള് 4ാമത്തെ ഗോൾ വന്നതും അതേപോലെ തുറാമ് അറോനെ മടക്കി വന്ന് ആ ബോൾ കൊടുത്ത് തറമിക്ക് വെച്ച് തറന്ന് 1 ടച്ച് വെച്ചിട്ട് ആ ബോൾ ഫിനിഷ് ചെയ്യുന്നത് അത് മനോഹരമായി പറഞ്ഞു. പിന്നെ അതൊരു തിരിച്ചുവരെ ബാഴ്സലോണയ്ക്ക് അസാധ്യമായിരുന്നു. കാരണം 99ാമത്തെ മിനിറ്റ് ഇന്റർ മിലാൻ ഗോൾ അടിച്ചെങ്കിലും പിന്നെ ഒരു തിരിച്ചുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമില്ല. പക്ഷെ അതിൽ ഏറ്റവും വിജയശില്പി എന്ന് പറഞ്ഞാൽ സോമറാണ്. കാരണം ഇന്നലത്തെ മാൻ ഓഫ് ദി മാച്ച് സോമറാണ്. എന്ത് പെർഫോമൻസ് കളിച്ചു. ഇന്നലെ എത്ര സേവ നടത്തിയത്. ഇന്നലെ ലാമിൻ യമാലിന്റെ ഗോള് എന്ന് ഉറപ്പിച്ചൊരു 4 ബോളോളം തട്ടി. അതുപോലെ തന്നെ ജെറാർഡ് മാർട്ടിൻ റിഗാർഡി 2ാമത്തെ ഒരു ബോൾ കൊടുത്തു. അതും അതിമനോഹരമായ സേവ നടത്തിയത്. ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് ട്രോള് കണ്ടു. ഞാൻ ഈ വേൾഡ് കപ്പ് ഫൈനൽ മാച്ച് കണ്ടില്ല. അന്നത്തെ മാച്ച് എന്ത് മനോഹരമായ മാച്ചാണ്, ഒരു രക്ഷയില്ല. ഇന്നലെ കാണാത്തവർക്ക് ഇതിനാണ് ഫുട്ബോൾ കണ്ട് നമ്മൾ ഉറക്കൊഴിച്ചത് ഒരിക്കലും നഷ്ടമായില്ല. ഫുട്ബോൾ നമുക്ക് മനോഹരമായ മുഹൂർത്തങ്ങളാണ് തരുന്നത്. നമ്മളെന്താ പറയാ, നമ്മളെ ഉറക്കം വീണ്ടും കളയാണ്. അത് ആലോചിച്ചിട്ട് നമ്മൾ കിടക്കാണ്. അത്രയധികം എന്താ പറയാ, വളരെ ഗംഭീര മാച്ച്. പക്ഷെ ബാഴ്സലോണ അൺഫോർച്യുനേറ്റ്ലി ബാഴ്സലോണ തോറ്റു. ബാഴ്സലോണ പുറത്തായി. പക്ഷെ അടുത്ത കൊല്ലം അവർ തിരിച്ചു വരും. കാരണം ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ബാഴ്സലോണ അതിമനോഹരമായ മാച്ചാണ് കാഴ്ചവെച്ചത്. എന്തായാലും കളി കണ്ടിരിക്കുമ്പോൾ മുതലായി. താങ്ക് യു വെരി മച്ച്.